ഞാനിപ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? AK ആന്റണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം, അതിനെ ഏത് രീതിയിൽ താങ്കൾ കാണുന്നു? രണ്ട് കാര്യങ്ങൾ പറയാമല്ലോ. ഒന്ന്, AK ആന്റണിക്ക് പരിഭവമുണ്ട്, കോൺഗ്രസിൽ നിന്ന് ആരും തനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാത്തതിൽ താൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കേണ്ടി വന്നു എന്നതിൽ. പക്ഷേ അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിൽ ആന്റണി തന്നെ നേരിട്ട് വന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് നല്ലതാണെന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ടല്ലോ പാർട്ടിയിൽ. എന്താണ് യഥാർത്ഥത്തിൽ ആന്റണി വരുവാനുള്ള കാരണമായിട്ട് താങ്കൾ നിരീക്ഷിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് വേണ്ട വിധത്തിൽ സഭാതലത്തിൽ മറുപടി ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയിലായാലും ഭരണപക്ഷ അംഗങ്ങളുടെ മറുപടിയിലായാലും ഈ രണ്ട് വിഷയങ്ങളിൽ തന്റെ ഭരണകാലത്തുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് മുത്തങ്ങ വെടിവയ്പ്പിനെ കുറിച്ചും ശിവഗിരിയിലെ ലാത്തി ചാർജിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അതിശക്തമായിട്ട് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ ഭരണപക്ഷം ഉന്നയിച്ചു. പക്ഷെ അതിന് ഫലപ്രദമായിട്ട് കൗണ്ടർ ചെയ്യാവുന്ന അല്ലെങ്കിൽ അതിനെ എതിരായി കടുത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരം അതിനെ ഖണ്ഡിക്കുന്ന യാതൊരു പ്രസ്താവനകളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായേക്കാം. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ AK ആന്റണി തന്നെ വിചാരിക്കുന്നു ഒരുപക്ഷെ തന്റെ മൗനം അവസാനിപ്പിക്കാൻ പറ്റിയൊരു സമയം, പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് തന്റെ ഭരണകാലത്ത് രണ്ട് പ്രധാന സംഭവങ്ങൾക്കെതിരെ നിയമസഭാ തലത്തിൽ ആരോപണം ഉണ്ടാകുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു അടിയന്തര പ്രമേയ ചർച്ചയിൽ തന്റെ കാലത്തുണ്ടായ, സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയാൻ മറ്റാരേക്കാൾ യോഗ്യൻ താനാണ് എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഈ രണ്ട് സംഭവങ്ങളിലും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, ഒരു മുത്തങ്ങ വെടിവയ്പ്പിനെ സംബന്ധിച്ച് CBI അന്വേഷണ റിപ്പോർട്ടാണ്, ശിവഗിരി അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും ഉള്ളടക്കത്തിൽ അന്നത്തെ ഈ നടപടികളെ ന്യായീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ്, അനിവാര്യമായ ഇടപെടലുകളാണ് അവിടെ നടന്നത് എന്ന രീതിയിൽ റിപ്പോർട്ടുകളുള്ളപ്പോൾ ഫലപ്രദമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാനും പ്രതിരോധിക്കാനും തനിക്ക് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഇത് രണ്ട് വിധത്തിലുള്ള അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട്. ഒന്ന്, ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ AK ആന്റണി തന്നെ വേണ്ടി വന്നു. മറിച്ച് ഇപ്പോൾ സഭയ്ക്ക് അകത്തുള്ള കോൺഗ്രസ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ UDF അംഗങ്ങൾക്ക് അത് ഫലപ്രദമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആന്റണിക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വന്നത്. അപ്പൊ അത് പരോക്ഷമായിട്ടൊരു വിമർശനമാണ് ആന്റണിയുടെ നേരിട്ടുള്ള രംഗപ്രവേശം എന്ന് വേണം എന്നൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ അതേസമയത്ത് ഇതിന് ഗുണകരമായി തീർന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കുവാൻ ആന്റണി കഴിഞ്ഞു. കാരണം അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ കയ്യിൽ. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ, അത് കൈവശം ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് AK ആന്റണിക്ക് രംഗപ്രവേശം ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ട് വരാനുള്ള ഒരു പ്രചോദനമായത്. മാത്രമല്ല, താനിപ്പോഴും രംഗത്തുണ്ട്. താൻ നിശബ്ദനാണ് എന്ന് കരുതി താൻ നിർജീവമായ ഒരു അവസ്ഥയിലൊന്നും അല്ല. വേണമെങ്കിൽ രംഗത്തിറങ്ങാനും ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഇപ്പോഴും തന്റെ കൈവശം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ AK ആന്റണിക്ക് കഴിഞ്ഞു. കുറെ കാലമായിട്ട് അദ്ദേഹം വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നല്ലോ. മാത്രമല്ല, പല കാരണങ്ങളാൽ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഇനി ഇല്ല എന്നൊരു മട്ടിൽ ചില തിരിച്ചടികൾ, മകൻ തന്നെ BJPയിലേക്ക് ചേർന്ന് അതൊക്കെ അദ്ദേഹത്തിനെ വല്ലാതെ ബാധിച്ചൊരു. പക്ഷെ ഇപ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിമർശനം ഉയർത്തുന്നു. അതിന് കൗണ്ടർ ചെയ്യാനായിട്ട് അദ്ദേഹം തന്നെ തെളിവുകളുമായിട്ട്, വളരെ കൃത്യമായ തെളിവുകളുമായിട്ട് രംഗത്ത് വരുന്നു. കോൺഗ്രസിന് കുറച്ചുകൂടി ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ കിട്ടി എന്നുള്ളൊരു വസ്തുതയാണ്. അത് മാത്രമല്ല, ഈ നിയമസഭയിലാണെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ അപ്പോൾ ഡിഫെൻഡ് ചെയ്യുവാനുള്ള അതിനൊരു തടസ്സമുണ്ടല്ലോ. അതിൽ മുഖ്യമന്ത്രിയാണ് അവസാനം സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവിന് എഴുന്നേറ്റ് ഏത് സമയവും മൈക്ക് കൊടുക്കും, അത് ശരിയാണ്. പക്ഷേ ഇതിൽ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. ആ സമയം ഡേറ്റ മുഴുവൻ കയ്യിൽ വേണമെന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിൽ. അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അടിയന്തര പ്രമേയ ചർച്ചയിൽ അംഗബലം അനുസരിച്ചാണല്ലോ പ്രതിപക്ഷത്തിന് കിട്ടുന്ന സമയം കുറവും. ഭരണപക്ഷത്തിന് ഒരു സാധാരണ അംഗത്തിന് പോലും 10-12 മിനിറ്റ് സംസാരിക്കാവുമ്പോൾ ഇവിടെ 3 മിനിറ്റ്, 4 മിനിറ്റ്, 6 മിനിറ്റ്, 7 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അതിനകത്ത് ഈ സമയം എന്ന് പറയുന്നത് എപ്പോഴും ഭരണപക്ഷത്തിന് അനുകൂലമായ രീതിയിലാണ് വീതം വെക്കുന്നത്. മാത്രമല്ല, അവസാനം മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ നീണ്ടൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിന് മറുപടി പറയാൻ പലപ്പോഴും പ്രതിപക്ഷത്തിന് പരിമിതികളുണ്ട്. ഓരോ വാചകത്തിനും മുട്ടിന് എണീറ്റ് നിന്നിട്ട് അതിനെ തടസ്സപ്പെടുത്തി ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുക എന്നുള്ളത് സാധ്യമല്ല. അങ്ങനെ ഒരു പരിമിതിയുണ്ട്. എങ്കിൽ പോലും ആന്റണിയുടെ നേരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്തുനിന്നോ ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഇനിയിപ്പോ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോ ഉണ്ടായില്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത്, നേരത്തെ ചന്ദ്രശേഖരൻ പ്രസംഗിച്ചപ്പോ ശിവഗിരിയിലെ ലാത്തി ചാർജിനെ കുറിച്ച്, അന്യായമായ പാവപ്പെട്ട സന്യാസിമാരെ ക്രൂരമായ തല്ലിച്ചതച്ചതിനെ കുറിച്ച് ആ ചന്ദ്രശേഖരന്റെ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞിരുന്നു. ആ സമയത്ത് വേണമെങ്കിൽ അതിനെ ഖണ്ഡിക്കായിരുന്നു പിന്നീട് പ്രസംഗിച്ചവർക്ക്. പക്ഷെ പിന്നീട് പ്രസംഗിച്ചവർക്ക് ഒരുപക്ഷെ ആ സംഭവത്തെ കുറിച്ച് അതിന്റെ ഡാറ്റ കൃത്യമായിട്ട് കൈവശം ഇല്ലാതിരുന്നുകൊണ്ട് എങ്ങനെ പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തതുകൊണ്ടാകാം അത് പരാമർശിക്കപ്പെടാതെ പോയതെന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പൊ ആന്റണി രംഗത്ത് വരികയും
ആന്റണി കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ അത് പബ്ലിഷ് ചെയ്യാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇപ്പൊ മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അപ്പുറത്തുവിട്ട പ്രത്യേകിച്ച് ശിവഗിരി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് കമ്മീഷൻ ന്യായീകരിച്ചിരിക്കുകയാണ്. ശങ്കർ റെഡ്ഡിക്ക് അഭിനന്ദനമാണ്. പോലീസ് ആ നടപടിക്ക് നേതൃത്വം നൽകി SP ശങ്കർ റെഡ്ഡിക്ക് കൃത്യമായ അഭിനന്ദനം കൊടുക്കുന്നു. അതല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അത് അനിവാര്യമാക്കി തീർത്ത ഒരു ഇടപെടലായിരുന്നു. പ്രതിഷേധക്കാർ അക്രമാസക്തരായിരുന്നു തുടങ്ങിയ കൃത്യമായ നിഗമനങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം അറിയാവുന്ന മുഖ്യമന്ത്രി ഒരു ആയുധമായിട്ട് അതിനെ വളച്ചൊടിച്ച് ഉപയോഗിച്ചു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പൊ പരിണമിച്ചു. അത് മാത്രമല്ല, ഈ കോടതി ഇടപെടൽ ഉണ്ടാകുമ്പോൾ കോടതി അലക്ഷ്യത്തിലേക്ക് പോകില്ല സർക്കാർ എന്ന രീതിയിൽ പല വിധികളിലും പിണറായി വിജയൻ അതിൽ നിലപാട് സ്വീകരിക്കാറുള്ളതാണ്. ഇവിടെയും അത് കൃത്യമായിട്ട് ഈ ജുഡീഷ്യൽ റിപ്പോർട്ടിൽ തന്നെ, അതായത് കോടതിയുടെ ഇടപെടൽ ഉണ്ടായതാണ്, കോടതി പലവട്ടം സർക്കാരിനോട് ചോദിച്ചതാണ് എന്തുകൊണ്ട് വിധി നടപ്പാക്കുന്നില്ല എന്ന്. അപ്പോൾ സർക്കാരിന് മറ്റു വഴികളില്ലായിരുന്നു. ഇത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളതിനാൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായിട്ട് AK ആന്റണിക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. കറക്റ്റാണ്. അത് ആന്റണി വളരെ ആ ധൈര്യമാണല്ലോ ആന്റണി ഇതിനെതിരെ കൃത്യമായി തനിക്ക് തന്നെ നേരിട്ട് രംഗത്ത് വരാൻ പ്രേരിപ്പിച്ച്. മറിച്ച് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തെങ്കിലും അൺഫേവറബിൾ കമന്റ്സ് ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആന്റണിക്ക് അനുകൂലമല്ലാത്ത കമന്റ്സും അതുപോലെ തന്നെ നിഗമനങ്ങളായിരുന്നെങ്കിൽ അദ്ദേഹം നേരിട്ട് രംഗത്ത് വരില്ല ഒരിക്കലും. ഈ ആരോപണങ്ങൾ അവഗണിച്ചങ്ങ് കളയുള്ളായിരുന്നു. പക്ഷെ ഇതല്ല, കൃത്യമായിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് ഫേവറബിൾ ആണ്. അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസമാണല്ലോ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ ആന്റണി പ്രേരിപ്പിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് കിട്ടിയത്. ഒന്ന്, അദ്ദേഹത്തിന് കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. രണ്ട്, താൻ ആവശ്യമെങ്കിൽ ഇത്തരം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് വലിച്ചിഴച്ചാൽ നേരിട്ട് രംഗത്ത് വരാൻ ഒരു മടിയില്ല. താൻ പൂർണ്ണമായിട്ട് റിട്ടയർ ചെയ്തിട്ടൊന്നുമില്ല, ഒരു വിശ്രമവേളയാണ്. പക്ഷെ വായിൽ കോലിട്ട് കുത്തിയാൽ പ്രതികരിക്കാൻ മടിക്കില്ല. അതുകൊണ്ട് എന്തും പറയാം എന്ന് ആര് വിചാരിച്ചാലും അതിനെതിരെ രംഗത്ത് വരാനുള്ള ആരോഗ്യം ഇപ്പോഴും തനിക്ക് ബാക്കിയുണ്ട്, വരികയും ചെയ്യും. അതിനുള്ള ആത്മവിശ്വാസമുണ്ട് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം കൂടിയാണ് ആന്റണി ഇതിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. ശരി, നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്.